അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചോദ്യം ഇപ്പോഴും വല്ലാത്ത ഗാംഭീര്യത്തോടു കൂടി മുഴങ്ങി കേൾക്കുന്നുണ്ട്. മെലാനിയ ട്രംപ് എവിടെ? ഭൂമിയിലെ ഏറ്റവും ശക്തനായ പുരുഷനെ വിവാഹം കഴിച്ച അമേരിക്കയുടെ പ്രഥമ വനിതയുമായ മെലാനിയ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്ന് വേണം പറയാൻ. അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും പലരും സംശയിക്കുന്നുമുണ്ട്. ഭർത്താവ് ഡൊണാൾഡ് ട്രംപ് 139 ദിവസം മുൻപ് രണ്ടാം തവണ അധികാരമേറ്റതിനു ശേഷം വൈറ്റ് ഹൗസിന്റെ പാരമ്പര്യങ്ങളെ ധിക്കരിച്ച് രാജ്യത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ അഭാവത്തിന്റെ അർത്ഥം എന്താണെന്ന് പൊതുജന യുക്തിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മെലാനിയ ചുരുക്കം ചില പരിപാടികൾ മാത്രമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അവരുടെ അസാന്നിധ്യം ജനങ്ങളിൽ വല്ലാത്ത അമ്പരപ്പും അപഹാസ്യവും ഉണ്ടാക്കിയിരുന്നു. മെലാനിയയുടെ കഥ ആരംഭിക്കുന്നത് 3 പതിറ്റാണ്ടിന് മുൻപ് ന്യൂയോർക്കിലെ ഒരു നൈറ്റ് ക്ലബിൽ നിന്നുമാണ്. അവിടെ രണ്ടാം വിവാഹ മോചനത്തിന് ശേഷം സ്വതന്ത്രനായ ഒരു യുവ TV താരത്തിന്റെ കണ്ണുകളിൽ ഒരു യുവ സ്ലോവേനിയൻ മോഡലിന്റെ കണ്ണുകൾ ഉടക്കി. ധനികനും പ്രശസ്തനും ജീവിതത്തിന്റെ വലിയ മുദ്രകൾ പതിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് ഒരു കാന്തിക ശക്തിയായിരുന്നു. പതിയെ സുന്ദരിയും അതിമോഹിയുമായ മെലാനിയ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവരുടെ ബന്ധം തീപ്പൊരി പോലെ ജ്വലിച്ചു. ലോകം മുഴുവൻ അസൂയോടുകൂടി വീക്ഷിച്ച പ്രേമത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ഒടുവിൽ ഡൊണാൾഡിനാൽ മാത്രം ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന അവർ പ്രഥമ വനിത ആവുകയും ലോകം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയുമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി തുടക്കം മുതൽ മെലാനിയ സ്വന്തം വഴി സ്വയം തിരഞ്ഞെടുത്തിരുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അവർ വാഷിംഗ്ടണിൽ അപൂർവമായി മാത്രമേ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. ന്യൂയോർക്കിന്റെയോ പാം ബീച്ചിന്റെ സുഖകരമായ ജീവിതത്തിന്റെയോ തണലിൽ അവർ സംതൃപ്തയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാം ഭരണകാലത്ത് അവർ കൂടുതൽ അപ്രത്യക്ഷയാവുകയാണ്. വൈറ്റ് ഹൗസിന്റെ ഈസ്റ്റ് വിങ്ങിലെ അവരുടെ ഓഫീസുകൾ പോലും ഇപ്പോൾ നിശബ്ദമാണ്. വൈറ്റ് ഹൗസ് നിരീക്ഷകർ പലപ്പോഴും ആശയക്കുഴപ്പത്തിലുമാണ്. പ്രഥമ വനിതയുടെ റോൾ പുനർനിർവചിക്കുകയാണോ അവർ, അതോ മറ്റെന്തെങ്കിലും കാരണം ഇതിന് പുറകിലുണ്ടോ? ഇതിനെല്ലാം ആക്കം കൂട്ടുന്നത് പ്രശസ്തനായുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെയാണ്. മെലാനിയയുടെ മൗനം വലിയ സന്ദേശങ്ങളാണ് നൽകുന്നത്. ചുരുക്കം ചില പ്രധാന പരിപാടികളിൽ മാത്രമാണ് അവർ പങ്കെടുക്കാറുള്ളത്. മിക്കവാറും അത് തനിച്ചുമായിരിക്കും. എന്നാൽ വല്ലപ്പോഴും മാത്രം ഭർത്താവിനോടൊപ്പം പങ്കെടുക്കുന്ന വേദികളിൽ പോലും അവർ പരസ്യമായി തന്റെ ഭർത്താവിന്റെ കൈ തട്ടിമാറ്റുമായിരുന്നു. ഈ ചെറിയ ആംഗ്യങ്ങളും കണ്ണുകളുടെ ചലനവുമൊക്കെ വല്ലാതെ വൈറലായി മാറുകയും ചെയ്തു. ട്രംപിന്റെ രണ്ടാമത്തെ സ്ഥാനാരോഹണ വേളയിൽ അവരുടെ ശ്രദ്ധേയമായ വസ്ത്രം ഒരു ആഘോഷത്തിന്റെ പ്രതീകം എന്നതിലുപരിയായി ഒരു പരിചയമായിട്ടാണ് തോന്നിയത്. അതിന്റെ ധീരമായ രൂപകൽപ്പന തന്നെ നിങ്ങളുടെ അകലം പാലിക്കുക എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എറിച്ച പിങ്ക് ബോ ബ്ലൗസ്, നാടകീയമായ ഹാറ്റും ജോഡിയാക്കിയ വെളുത്ത സ്യൂട്ട് പോലുള്ള അവരുടെ ഫാഷൻ തിരഞ്ഞെടുപ്പുകൾ മനഃപൂർവ്വം ശക്തിയും ധിക്കാരവും പ്രകടിപ്പിക്കുന്ന ഒരു നിശബ്ദ ഭാഷയാണ്. ചിലർ മെലാനിയയെ ഒരു ട്രെയിൻ ബ്രേസർ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു റോളിന്റെ നിയമങ്ങൾ മാറ്റിയെഴുതുന്ന ഒരു ആധുനിക അമ്മയും ഭാര്യയുമായി കാണുന്നു. സ്വന്തം ചിന്തകളിലും തീരുമാനങ്ങളിലും സ്വതന്ത്രയായി സ്വന്തമായി നിലകൊള്ളണമെന്ന് അവർ നിർബന്ധിക്കുന്നു. എന്നാൽ വിവാദ എഴുത്തുകാരൻ മൈക്കിൾ വോൾഫ് ഒരു ഇരുണ്ട ചിത്രം വരയ്ക്കുന്നുണ്ട്. ട്രംപിന്റെ വൈറ്റ് ഹൗസിനുള്ളിൽ മാസങ്ങൾ ചെലവഴിച്ച അദ്ദേഹം ഒരു കലുഷിത ലോകത്തെ അവിടെ വിവരിക്കുന്നുണ്ട്. അവിടെ മെലാനിയയും ഡൊണാൾഡും വേറിട്ട ജീവിതങ്ങളാണ് നയിക്കുന്നതെന്നും അവരുടെ വിവാഹം ഒരു ഇടപാടാണെന്നും സമ്പത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവരുടെ ആഗ്രഹത്തിന് അനുയോജ്യമായ ഒരു പങ്കാളിത്തമാണെന്നും എന്നാൽ ഊഷ്മളതയില്ലാത്ത ഒരു ബന്ധമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. അവർ ഫലത്തിൽ വേർപിരിഞ്ഞതായി ഊഹാപോഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും വൈറ്റ് ഹൗസ് അത് നിഷേധിക്കുകയും ഇത്തരം കഥകൾക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. മെലാനിയയുടെ അസാന്നിധ്യം വിവാഹത്തെക്കുറിച്ചുള്ള മാത്രമല്ല, അവർ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തുകയാണ്. ഒരു ആത്മകഥ, ക്രിപ്റ്റോ കറൻസി സംരംഭം, $60 മില്യൺ ഡോക്യുമെന്ററി കരാർ എന്നിവയിലൂടെ അവർ തന്റെ പ്രശസ്തിയെ മുതലാക്കുന്നുണ്ട്. പ്രഥമ വനിതയ്ക്ക് ഇത് നിയമവിരുദ്ധമല്ലെങ്കിലും പൊതുസേവനവും വ്യക്തിഗത നേട്ടവും തമ്മിലുള്ള അതിർവരമ്പ് മങ്ങുമെന്ന് തീർച്ച. അമേരിക്ക നോക്കി നിൽക്കെ മെലാനിയ ഒരു കടങ്കഥയായി തുടരുന്നുണ്ട്. അവരുടെ കഥ ശക്തിയുടെയും സ്വകാര്യതയുടെയും പാരമ്പര്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു വിവാഹത്തിന്റെയുമാണ്. ന്യൂയോർക്കിലോ പാം ബീച്ചിലോ വൈറ്റ് ഹൗസിലോ ആയാലും മെലാനിയ ട്രംപ് തന്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അവരുടെ മൗനം കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ അവർ കവർന്നെടുക്കുന്നുണ്ട്, നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഈ നിഗൂഢമായ കഥയുടെ അടുത്ത അധ്യായം എന്നാണ് വെളിപ്പെടുത്തുക? കാത്തിരുന്നു കാണാം.